സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഔലിയാക്കന്മാർ ചുറ്റുമുണ്ട്. ആയിരക്കണക്കിന് ഔലിയാക്കന്മാർ അവിടെയുണ്ട്. എപ്പം ചെന്നാലും ഡസൻ കണക്കിന് ഔലിയാക്കന്മാർ ഹയാത്തുള്ളവർ തന്നെ ചുറ്റുമുണ്ടാകുമെന്ന നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചത്. കാരണം ഇന്ത്യയുടെ രാജാവല്ലേ, ആ രാജാവിന്റെ അടുത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. അതുപോലെ എല്ലാവരും അവിടെ വരും. മതമുള്ളവനും വരും, ഇല്ലാത്തവനും വരും, അവർത്ത് മറച്ചവനും വരും, മറക്കാത്തവനും വരും. ഇതൊക്കെ അവിടെ വരും. കാരണം ഇന്ത്യയുടെ രാജാവാണ്, മുസ്ലിമീങ്ങളുടെ രാജാവല്ല, ഒരു മതക്കാരന്റെ രാജാവല്ല, ഇന്ത്യൻ ജനങ്ങളുടെ രാജാവാണ്. ആര് ചെന്ന് പ്രശ്നം പറഞ്ഞാലും പരിഹരിക്കുന്നുണ്ട്. ഒരു ബുക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബുക്ക് കിട്ടി. ആ ബുക്കിൽ അവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു ചരിത്രമുണ്ട്. മലയാളികളുടെ ഒരു ചരിത്രമാണ്. ഇതിന്റെ പരിസരത്തുള്ള ഒരാൾ ഹാജാ തങ്ങളുടെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്തു, ഒരുപാട് സിയാറത്ത് ചെയ്തു. അങ്ങനെ വന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവർ വലിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്, മകളെ കെട്ടിക്കാനായിട്ടുണ്ട്. എന്ത് ചെയ്യും? ഒരു വഴിയുമില്ല. ആരോ പറഞ്ഞു കൊടുത്ത് അജ്മീറിൽ ചെന്ന് സങ്കടം പറഞ്ഞോളൂ, അവിടുന്ന് പരിഹാരം കാണും. അന്നത്തെ കാലത്താണ്, കുറച്ചു കൊല്ലം മുന്നെയാണ്. ആ വ്യക്തി അതാ അജ്മീറിൽ ചെല്ലുന്നു. ഞാൻ അജ്മീറിൽ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? പലരും പലതും പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ നിന്ന് ഖുർആൻ ഓതണം. ഹാജാ തങ്ങളുടെ തലയുടെ ഭാഗത്ത് വെച്ച് ഖുർആൻ ഓതിക്കോളൂ. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ജീവിതകാലത്ത് 10,000 ഹത്തം തീർത്ത മഹാനാ, അത്രയും വലിയ മഹത്വമുള്ളവരാണല്ലോ. അവരെ മുന്നിൽ വെച്ച് ഖുർആൻ ഓതുന്നത് വലിയ ഇഷ്ടമാ. ഈ വ്യക്തി അവിടെ ചെന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. ഒരു ഹത്തം കഴിഞ്ഞു, 2 കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഒരു തീരുമാനം എടുത്തു. ഹാജാ തങ്ങൾ, എനിക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്നാലേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകൂ. കാരണം എനിക്ക് വീട് വേണ്ടതുപോലെ വീടില്ല, ചെറിയൊരു വീടാണ്. എന്റെ മകൾ കല്യാണപ്രായം എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ വ്യക്തി അവിടുന്ന് ഖുർആൻ ഓതുന്നു, ധാരാളം ഓതി. 2 വർഷത്തോളം ഓതി. ഒരു കൊല്ലം കഴിഞ്ഞ് 2 വർഷത്തോളം ഓതി, ധാരാളം ഖത്മ് തീർത്തു. ഒരു നിർദ്ദേശവും കിട്ടിയില്ല. അപ്പോഴാണ് പലരും വന്നിട്ട് അവർ നിങ്ങളുടെ ദുആ ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു, ഇജാബത്ത് കിട്ടി പോകുന്നത് ഇങ്ങനെ കാണുന്നു. അതിന്റെ ഇടയിലാണ് മറ്റൊരു മതത്തിലുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് അവിടെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയൊരു പ്രയാസം വന്നപ്പോൾ ഹാജാ തങ്ങളെ ചാരത്ത് രാത്രി വരികയാണ്. രാത്രി വന്നിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ അതിൽ കണ്ടതാണ്. രാത്രി വന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും സദഖ ചെയ്യുന്നു. സദഖ ചെയ്തിട്ട് ഹാജാ തങ്ങളെ ദർബാറിൽ അവിടെ കിടക്കുന്നു. ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ്, അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. അവിടെ കിടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാളാണ്. ആ വ്യക്തിയാണെങ്കിലോ ഖുർആൻ 2 വർഷത്തോളം ഇങ്ങനെ ഓതുന്നുണ്ട്. പലർക്കും ഇജാബത്ത് കിട്ടുന്നത് കാണുന്നുണ്ട്. അതിനിടക്ക് മനസ്സിൽ തറച്ചു പോയൊരു ഇജാബത്താണ് ഈ കാണുന്നത്. ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആള് വന്നിട്ട് ഇങ്ങനെ കരയുന്നു, അവിടെ കിടക്കുന്നു. പോയാൽ ഇന്നും കാണാം ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. പല മതത്തിലുള്ളവർ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, പല മതത്തിലുള്ളവർ അവിടെ വരുന്നത് കാണാം. കുറി തൊട്ടവരുണ്ട്, കുരിശ് ധരിച്ചവരുണ്ട്, പർദ്ദ ധരിച്ചവരുണ്ട്, എല്ലാ വേഷമുള്ളവരും അവിടെ വരുന്നുണ്ട്. ആ ദർബാറിൽ സങ്കടം പറയാത്തവരില്ല. ഇന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഹൗസിൽ നിന്നാണ്, അവിടുത്തെ ഓഫീസിൽ നിന്നാണ് എല്ലാ കൊല്ലവും ഉറൂസിനേക്ക് അവിടെ പുതക്കാണ്ട ദീവാനി, അവിടെ പുതക്കേണ്ട പുതപ്പ് കൊടുത്തേക്കുന്നത്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് നടന്നത്. ആര് ഭരിച്ചാലും അത് അവിടുന്ന് കൊടുത്തേക്കേണ്ടി വരും, കൊടുക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനം അവിടെ കാണാനുണ്ട്. വലിയ കുളം നിർമ്മിച്ചു കൊടുത്തത് കാണാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഇജാബത്ത് കിട്ടിയിട്ട് കൊടുത്തതും അല്ലാതെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാം. ഈ വ്യക്തി വന്നിട്ട് രാത്രി അവിടെ കിടന്നു. രാവിലെ എണീച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ പരിഹാരായി സ്വപ്നത്തിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിൽ പിന്നെയും സ്വതക്ക ചെയ്ത് അങ്ങനെ പൈസ വിതരണം ചെയ്ത് പോകുന്നത്. ഇത് വല്ലാതെ ഈ മനുഷ്യന് മനസ്സ് പിടിച്ചുപോയി. അവിടുന്ന് ഹാജാ, ഞാൻ ഇവിടെ വന്ന് 2 വർഷമായി ഖുർആൻ ഓതുന്നു, എനക്കൊരു നിർദ്ദേശം തന്നില്ലല്ലോ. ഇങ്ങനെ വന്ന് ഒരുപാട് ആളുകൾ ഇജാബത്തുമായി പോകുന്നത് ഞാൻ കാണുന്നു. എനിക്ക് വല്ലാതെ സങ്കടമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ നിർദ്ദേശം കാക്കുന്നില്ല, ഇനി ഞാൻ ഇങ്ങോട്ട് അജ്മീറിലേക്ക് വരുന്നില്ല എന്നും പറഞ്ഞൊരൊറ്റ എഴുന്നേറ്റ് പോക്കാ.
പോയിന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോ ആരോ ചോദിക്കുന്നു, എന്താ നിങ്ങളൊരു വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, നിങ്ങളെ പോക്കെന്താ ഒരു വല്ലാത്ത പ്രയാസം? ആ മനുഷ്യനോട് പറയുന്നു, ഞാൻ 2 വർഷമായി ഇവിടുന്ന് ഖുർആൻ ഓതുന്നു, എത്രയോ ഖത്മ് ഞാൻ ഓതി തീർത്തു. എന്റെ വീടില്ലാത്ത പ്രശ്നവും എന്റെ മകളെ വിവാഹപ്രായമെത്തിയ വിഷമവും ഞാൻ ഹാജാ തങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇജാബത്ത് കിട്ടിയിട്ടില്ല, ഒരു നിർദ്ദേശവുമില്ല. ആ വന്ന മനുഷ്യൻ പറയും, നിങ്ങൾ ഇന്ന് രാത്രി കൂടെ ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് സങ്കടം പറയൂ, ഒന്ന് ഖുർആൻ ഓതൂ. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പോയിക്കോ. ഇനി ഇന്ന് നിങ്ങനെ പറഞ്ഞിട്ട് 2 വർഷമായില്ലേ ഞാനിവിടെ, അല്ല നിങ്ങൾ ഇന്നും കൂടിയും നിങ്ങളങ്ങനെ വേഷം പിടിച്ച് വിഷമിച്ചു പോകല്ല. വന്ന് പറഞ്ഞാളാരാണെന്നറിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവരതാ ഖാജാ തങ്ങളെ ചാരത്ത് വന്നു. അന്ന് രാത്രിയും ഖുർആൻ ഓതുന്നു. ആ ചാരത്തങ്ങ് ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കാണുന്നു ഖാജാ തങ്ങളെ. സുഹൃത്തേ, അങ്ങയുടെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് വന്ന ഉടനെ തന്നെ. പക്ഷെ നിങ്ങളോടത് പറയാത്തതിന്റെ കാരണം നിങ്ങളുടെ ഖുർആനോത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. തജ്വീദിന്റെ നിയമം അനുസരിച്ച് തർത്തീലായി നല്ല മാധുര്യത്തിൽ ഓതുന്നത് കേട്ടപ്പോ, എന്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഖുർആനോന്ന് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളോടൊന്നും ഞാൻ പറയാതിരുന്നത്, നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓതട്ടെ, അത് ആഖിറത്തിലേക്ക് വലിയ വിജയമാണല്ലോ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ്. നിങ്ങൾ നാളെ തന്നെ പോയിക്കോളൂ, പരിഹാരം നിങ്ങളുടെ നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്. എഴുന്നേറ്റപ്പോ അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, ആരാണ് റെയിൽവേ സ്റ്റേഷൻ എന്നോട് ഈ ഉപദേശം ഉപദേശിച്ചത്, ആരാണ് ഇങ്ങോട്ട് എന്നെ പറഞ്ഞയച്ചത്, പിടുത്തം കിട്ടുന്നില്ല. തിരിച്ചു ബഹുമാനപ്പെട്ടവരോട് പോകാൻ പറഞ്ഞല്ലോ, ഖാജാ തങ്ങളെ മനാമ് കണ്ടല്ലോ. തിരിച്ച് ട്രെയിനുകാരി വീട്ടിലേക്ക് എത്തിയപ്പോ ഏതോ ഒരാൾ വന്നിട്ട് അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വരുമ്പോഴേക്ക് 2 നില വീട് അവിടെ നിർമ്മിച്ചു പോയി. ആരാണെന്ന് അവർക്കറിയുന്നില്ല. ഒരാൾ വന്നിട്ട് ഇവിടുന്ന് എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ മകളെ വിവാഹത്തിന്റെ സംഗതിയും അവിടെ പൂർത്തീകരിച്ചു. സന്തോഷത്തോടെ രണ്ടും അവിടെ കഴിഞ്ഞു, റാഹത്തായി അവർക്ക്. പിന്നീട് ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ആ മനുഷ്യൻ പിന്നീട് കുടുംബത്തൊക്കെ റാഹത്താക്കിയതിന് ശേഷം അവരോടൊക്കെ യാത്ര പറഞ്ഞു. ഖാജാ തങ്ങൾ ഇത്രയും വലിയ റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഖാജാ തങ്ങൾ എടുത്തു പോയി ഖുർആൻ ഓതി 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 ഞാൻ അവിടെ മരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു. തിരിച്ച് ഖാജാ തങ്ങളുടെ ചാരത്തേക്ക് വന്നു. പിന്നീട് നാട്ടിൽ പോയിട്ടില്ല. അങ്ങനെ എത്ര പേരുണ്ട്? 15 കൊല്ലങ്ങൾക്ക് മുന്നേ, 20 കൊല്ലങ്ങൾക്ക് മുന്നേ ഖാജാ തങ്ങളെ സിയാറത്തിന് പോയപ്പോ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു വന്ന ആളാണ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വേറൊന്നുമില്ല, ഖുർആൻ ഓതി 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 ഓതി. ഞാൻ ചോദിച്ചു ആ മനുഷ്യനോട്, നിങ്ങൾ എത്ര ഖത്മ് ഇവിടുന്ന് ഓതിയിട്ടുണ്ടാകും? ഖാജാ തങ്ങളെ ചാരത്തിരുന്നു കൊണ്ട് 900ഓളം ഖത്മ് എന്റെ കഴിഞ്ഞു. സാധുവായ എന്നോട് 20 കൊല്ലം മുന്നേ അവിടെ സിയാറത്തിന് പോയപ്പോ എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, ആ മനുഷ്യൻ അപ്പോഴേക്ക് വയസ്സായിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഓതി ഓതി ഇപ്പോൾ ഹാഫിളാണ് ആ മനുഷ്യൻ. ഇപ്പോൾ ആ മനുഷ്യനതാ പിന്നീട് ഞാൻ ചെന്നപ്പോൾ അറിഞ്ഞു ആ മഹാൻ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് അവിടെ വന്ന് ഖുർആൻ ഓതുന്നുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും അവരുടെ മുന്നിലില്ലേ? ഇല്ല. ഏത് വിഷയത്തിനും അവിടെ പരിഹാരമാണ്, ഏത് സങ്കടത്തിനും അവിടെ പരിഹാരമുണ്ട്. ഏത് ഗമ്മായാലും ഏത് പ്രയാസമായാലും അവിടെ തുറവടിയുണ്ട്. കാരണം ഇന്ത്യയുടെ രാജാവാണ്.